ജില്ലയിൽ പനിമരണം തുടരുന്നു. നഴ്സുമാരുടെ സമരത്തിന് ശമനമില്ല. ഐക്യദാർഢ്യം മാത്രം. ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ പകർച്ചപ്പനി വ്യാപകം. ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം ശക്തമായി തുടരുന്നു. നഗരത്തിൽ റോഡുകൾ അപ്രത്യക്ഷമാകുന്നു. ദേശീയപാത ദുരിതപാത. മുസ്ലിം ദളിത് വിഭാഗങ്ങളെ പശുവിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന ജനമുന്നേറ്റ റാലി ജൂലൈ 20 കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. ലോക യുവജന നൈപുണ്യ ദിനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അസാപ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ആചരിച്ചു. കാസർഗോഡ് നഗരസഭ കടപ്പുറം 36-ാം വാർഡിൽ വാശിയേറിയ പോളിംഗ്. കനത്ത പോലീസ് കാവലിൽ നടന്ന പോളിംഗിൽ 75% പോളിംഗ്. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുടർ സാക്ഷരതാ കലോത്സവം ആഗസ്റ്റ് 19, 20 തീയതികളിൽ ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധികളും പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവരുന്ന സമരത്തെ തുടർന്ന് രോഗികൾക്ക് തക്കതായ വൈദ്യസഹായം ലഭിക്കാൻ സാധ്യതയില്ലെന്നും ആരോഗ്യവകുപ്പ്. ദിനംപ്രതി പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളും പനിയും തടയാൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിൽ 400ഓളം പകർച്ചപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് 5 മരണവും ജില്ലയിൽ സംഭവിച്ചു. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശങ്ങളായ റാണിപുരം, വെള്ളരിക്കുണ്ട്, ബദിയടുക്ക, ബന്തെടുക്ക തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പകർച്ചപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീരദേശ പ്രദേശങ്ങളായ കസബ, തൈക്കടപ്പുറം, ചേരങ്കൈ കടപ്പുറം പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിവരുന്ന സമരത്തെ തുടർന്ന് രോഗികൾക്ക് തക്കതായ വൈദ്യസഹായം കിട്ടാത്ത അവസ്ഥയും ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ജില്ലയിൽ ദിവസങ്ങളായി നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നഗരത്തിൽ പ്രകടനം നടത്തി. ന്യൂസ് ഡെസ്ക് KCN. കാലവർഷം ശക്തമായി തുടരുന്നതിനിടെ കാസർഗോഡ് നഗരത്തിൽ റോഡുകൾ അപ്രത്യക്ഷമാകുന്നു. നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലും റോഡുകൾ പൂർണ്ണമായും തകർന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള പാതാള കുഴികളാണ് ദേശീയപാതയിൽ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് സമീപം ട്രാഫിക് സർക്കിളിനടുത്ത് മെറ്റലിളകി വാഹനഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. പഴയ ബസ് സ്റ്റാൻഡ്, ഫോർട്ട് റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതോടെ വാഹനയാത്ര ഏറെ ആശങ്ക ഉയർത്തുകയാണ്. പൊതുവെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കാസർഗോഡ് നഗരത്തിൽ റോഡുകൾ കൂടി തകർന്നതോടെ സ്ഥിതി കൂടുതൽ ദയനീയമായിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് നിശ്ചിത സമയത്ത് എത്തേണ്ട ട്രെയിൻ യാത്രക്കാർ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ഏറെ വൈകിയാണ് സ്റ്റേഷനിൽ എത്തുന്നത്. കാലവർഷത്തിന് മുമ്പ് തന്നെ കാസർഗോഡ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ആദ്യത്തെ മഴയ്ക്ക് തന്നെ തകർന്നു തുടങ്ങിയിരിക്കുന്നു. അറ്റകുറ്റപ്പണിയിൽ നടന്ന ക്രമക്കേടാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നും ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. പശുവിന്റെ പേരിൽ മുസ്ലിം ദളിത് കൊലപാതകങ്ങൾക്കെതിരെയും സംഘപരിവാർ ഭീകരതയ്ക്കെതിരെയും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജനമുന്നേറ്റ റാലി ജൂലൈ 20 കാസർഗോഡ് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യും. മോദി ഭരണത്തിൽ സാമ്പത്തിക വളർച്ചയിൽ രാജ്യം പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കോർപ്പറേറ്റുകൾ കൊഴുക്കുന്ന ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഭരണമെന്നും വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു. രാജ്യത്ത് പശുവിന്റെ പേരിൽ നടന്നുവരുന്ന കൊലപാതകങ്ങൾക്കെതിരെയാണ് വെൽഫെയർ പാർട്ടി ദേശീയ തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന തലത്തിൽ ജനമുന്നേറ്റ റാലികൾ നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ജൂലൈ 20 വ്യാഴാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ പരിസരത്ത് നടക്കുന്ന റാലിയിൽ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മതേതര പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനകീയ ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി ഇത്തരം റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ജൂലൈ 20-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം പുലിക്കുന്ന് വെച്ച് ആരംഭിക്കുന്ന റാലി പുതിയ ബസ് സ്റ്റാൻഡ് സ്പീഡ്വേയുടെ സമീപത്തുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്നതാണ്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് CH മുത്തലിഫ്, CH ബാലകൃഷ്ണൻ, ഹമീദ് കക്കണ്ടം, K രാമകൃഷ്ണൻ, PK അബ്ദുള്ള, ഫെലിക്സ് ഡിസൂസ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും സംയുക്ത സംരംഭമായ അസാപ്പ് ഗവൺമെൻറ് കോളേജ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ ലോക യുവജന നൈപുണ്യ ദിനം ആചരിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും സംയുക്ത സംരംഭമായ അസാപ്പ് ഗവൺമെൻറ് കോളേജ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ ലോക യുവജന നൈപുണ്യ ദിനം ആചരിച്ചു. +2 ഡിഗ്രി കോളേജ് വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്കില്ല് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇതിലൂടെ കുട്ടികൾ തൊഴിൽ നൈപുണ്യം പഠനത്തോടൊപ്പം ഒരു തൊഴിൽ നൈപുണ്യമാണ് ഇതിലൂടെ കരസ്ഥമാക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ തൊഴിൽ നൈപുണ്യ മത്സരങ്ങൾ, ക്വിസ്, റാമ്പ് വാക്ക്, കേക്ക് കോൺടെസ്റ്റ്, തൊഴിൽ പ്രദർശനമേള തുടങ്ങിയവ സംഘടിപ്പിച്ചു. ക്രാഫ്റ്റ്സ് ബേക്കർ, ഫാഷൻ ഡിസൈനിംഗ്, അക്കൗണ്ടിംഗ്, ഓട്ടോമൊബൈൽ, റീറ്റെയിൽ സെയിൽസ് തുടങ്ങിയ കോഴ്സിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് വിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. അസാപ്പ് ജില്ലാ മേധാവി അരുൺ ഉപേന്ദ്ര, മണ്ഡലം ഇൻചാർജ് മുഹമ്മദ് റാഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. BJP കൗൺസിലറുടെ മരണത്തെ തുടർന്ന് നഗരസഭ കടപ്പുറം 36-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് രേഖപ്പെടുത്തി. ഫലപ്രഖ്യാപനം ബുധനാഴ്ച. BJP കൗൺസിലറുടെ മരണത്തെ തുടർന്ന് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുനിസിപ്പൽ കടപ്പുറം 36-ാം വാർഡിൽ കനത്ത പോളിംഗ് ആയിരുന്നു നടന്നത്. രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. കോൺഗ്രസിന്റെ സീറ്റായിരുന്ന വാർഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP പിടിച്ചെടുക്കുകയായിരുന്നു. 73 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രേമ വാർഡ് പിടിച്ചെടുത്തത്. സീറ്റ് നിലനിർത്താൻ BJPയും സീറ്റ് തിരിച്ചുപിടിക്കാൻ UDFും പ്രകടിപ്പിക്കുന്ന വാശി പ്രചരണ രംഗത്തെ പോലെ പോളിംഗിലും വീറു പകർന്നു. തിരഞ്ഞെടുപ്പ് ഫലം ബുധനാഴ്ച രാവിലെ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുടർ സാക്ഷരതാ കലോത്സവം ആഗസ്റ്റ് 19-20 തീയതികളിൽ ചെങ്കള ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കും. നവസാക്ഷരർ, തുല്യതാ പഠിതാക്കൾ എന്നിവർക്ക് വിവിധ ഇനങ്ങളിൽ മത്സരം സംഘടിപ്പിക്കും. വിജയികൾക്ക് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാം. ആലോചനാ യോഗത്തിൽ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിന സലീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കലോത്സവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ജില്ലാതല സംഗമം എവിടെ വേണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സംശയലേശമന്യേ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞ പേരാണ് ചെങ്കള ഗ്രാമപഞ്ചായത്ത്. കാരണം ചെങ്കള ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് സധൈര്യം ഏൽപ്പിക്കാം. നമുക്ക് ഏത് ഉത്സവമാണെങ്കിലും കലോത്സവമാണെങ്കിലും അത് വിജയിപ്പിക്കാൻ ചെങ്കളയ്ക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ കല്ലട്ടർ അബ്ദുൽ ഖാദർ, ശ്യാംലാൽ VV, ഹാജിറ മുഹമ്മദ് കുഞ്ഞി, സുമ കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. നീലേശ്വരം തൈക്കടപ്പുറം ഫിഷറീസ് കോളനിയിലെ 8 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ പട്ടയം വിതരണം ചെയ്തു. നീലേശ്വരം തൈക്കടപ്പുറം ആശുപത്രിക്ക് സമീപം നടന്ന ചടങ്ങിലാണ് ഇവിടുത്തെ ഫിഷറീസ് കോളനിയിലെ 8 കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞത്. മന്ത്രി E. ചന്ദ്രശേഖരൻ പട്ടയ വിതരണം നിർവഹിച്ചു. ചിലപ്പോൾ നമ്മളെന്താ കാണിക്കുക? മാറ്റത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വില്ലേജ് ഓഫീസായാലും താലൂക്ക് ഓഫീസായാലും കളക്ടറേറ്റ് ആയാലും അത് റവന്യൂ മാത്രമല്ല, അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള കൃഷിഭവനായാലും പഞ്ചായത്തായാലും പോലീസ് സ്റ്റേഷനായാലും അവിടെ കയറി വരുന്നവർ അവർ നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്, പൗരന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം, അവർക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണ സഭകൾ. അതിനാണ്
അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ അവരോട് മാന്യമായി പെരുമാറുന്ന സമീപനം ഉണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം നടന്നില്ലെങ്കിൽ പറയും, സർട്ടിഫിക്കറ്റിന് വന്നവൻ അന്ന് കിട്ടിയില്ലെങ്കിലും, കരമടക്കാൻ നികുതി അടക്കാൻ വന്നവൻ്റെ നികുതി അന്ന് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പറയുന്നുണ്ടറിയോ, എന്നാലും കുഴപ്പമില്ല, ആൾ നല്ല മാന്യമായി പെരുമാറിയില്ലേ, വേണമെങ്കിൽ നാളെ പോകാം. പിറ്റേന്ന് പോകുമ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ പോകുന്നതിനും കൂടി കുഴപ്പമില്ല, ഇനി ഒരു നല്ല വർത്തമാനം പറഞ്ഞു വരാമല്ലോ എന്ന് തീരുമാനിക്കും. ഇതല്ല, അപൂർവം ചിലയിടങ്ങളിലെങ്കിലും അവിടെ കയറി ചെല്ലുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ ഞങ്ങളാണ് ഈ നാട്ടിൻ്റെ ആകെ യജമാനന്മാർ എന്ന ധാരണയോടെ സംസാരിക്കുന്ന അപൂർവ ആളുകളെങ്കിലും ഉണ്ട്. അതൊന്നും അംഗീകരിക്കാൻ ഈ സമൂഹത്തിന് സാധ്യമല്ല, ഈ ഗവൺമെന്റിന് സാധ്യമല്ല. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളനിയിലെ 8 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം ഭൂമിയാണ് നൽകുന്നത്. സ്ഥലം സ്വന്തമായതോടെ ഇവർക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായം ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച തകർന്നടിയാറായ വീടുകളിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. നീലേശ്വരം പുഴയിൽ മുങ്ങി മരിച്ച പൂഴിത്തൊഴിലാളി രവി, ഓർച്ചിയിലെ പരേതനായ അബൂബക്കർ എന്നിവരുടെ കുടുംബങ്ങൾക്കും പാലിച്ചോൻ റോഡിലെ ഹാജിറ, പള്ളിക്കരയിലെ TP വത്സല, കരുവാച്ചേരിയിലെ തെക്കുംപാട് ബാലകൃഷ്ണൻ എന്നിവർക്കും മറ്റ് 12 പേർക്കുമുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. അബൂബക്കർ എയുടെ അവകാശി മകൾ ബി ഫാത്തിമയെ ക്ഷണിക്കുകയാണ്. ധനസഹായം കൈപ്പറ്റുകയാണ്. അടുത്തത് EK അബ്ദുള്ള, സൺ ഓഫ് P ബാലകൃഷ്ണൻ, സൺ ഓഫ് P കോട്ടൻ. നഗരസഭാ വാർഡ് കൗൺസിലർ VK റഷീദ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KB അനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ബാലകൃഷ്ണൻ, M അസിനാർ, മാമുനി വിജയൻ, CK മാണിയൂർ, PV സുകുമാരൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സ്വാഗതവും ഹോസ്ദുർഗ് തഹസിൽദാർ AK രാമേന്ദ്രൻ നന്ദിയും പറഞ്ഞു. പട്ടയ വിതരണ ചടങ്ങിന് മുന്നോടിയായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തിയിരുന്നു. ഫിഷറീസ് വകുപ്പ്, മത്സ്യബോർഡ്, മത്സ്യഫെഡ് എന്നിവ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചായിരുന്നു ബോധവൽക്കരണം. ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ സീതാലയം പദ്ധതിയുടെ ഭാഗമായി കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കാര്യങ്കോട് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം റോട്ടറി ക്ലബിൻ്റെയും കിനാനൂർ കരിന്തളം പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയായിരുന്നു സെമിനാർ. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, വൈകാരികാരോഗ്യം ഉറപ്പുവരുന്നതിനും സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ, സമത്വം എന്നിവ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് കാഞ്ഞങ്ങാട്ടെ ജില്ലാ ഹോമിയോ ആശുപത്രി സീതാലയം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സീതാലയം പദ്ധതിയുടെ ഭാഗമായി കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചോയ്യംകോട് നീലേശ്വരം റോട്ടറി ക്ലബിൻ്റെയും പഞ്ചായത്ത് കുടുംബശ്രീയുടെയും സഹകരണത്തോടെ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ചോയ്യംകോട് കിനാനൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പല അർത്ഥത്തിലും ആരോഗ്യപരമായ കാരണങ്ങൾ, വൃത്തിയുടെ കാര്യത്തിൽ എന്നിങ്ങനെ വിവിധ മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നത്. എന്നാൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും മൃഗതുല്യമായ, മൃഗീയമായ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ കേരളത്തിൻ്റെ വാർത്താകോളങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും വലിയ വേദനകളാണ് പല സ്ത്രീകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വശം മാത്രമാണ്. വൃത്തിയുടെ കാര്യത്തിലായാലും നമ്മൾ 2 നേരവും കുളിക്കുന്നവരാണ്. പക്ഷെ ഏറ്റവും അധികം രോഗം ബാധിക്കുന്നതും നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് തന്നെയാണ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സീതാലയം യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PP ശ്രീജ പദ്ധതി വിശദീകരിച്ചു. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലും ഉന്നമനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്കറിയാം സാമ്പത്തികമായ ഉന്നമനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ തരത്തിലും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ചൂഷണ വാർത്തകളും ഈ സമൂഹത്തിൽ തന്നെയാണ്. അതിപ്പോ ഇന്ന് ചെറുതോ വലുതോ തന്നെ. അപ്പൊ താഴേക്കിടയിലെ ആൾക്കാരുടെ ചൂഷണം, അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ചൂഷണം, അങ്ങനെ ഏത് ലെവലിൽ നോക്കിയാലും ഇപ്പൊ കുഞ്ഞ് ജനിച്ചിട്ട് നമ്മുടെ വീടുകളിൽ ചൂഷണമുണ്ട്. സ്കൂളുകളിൽ പോയ എത്ര പീഡന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ. ജനപ്രതിനിധികളായ P ചന്ദ്രൻ, ഷൈജമ്മ ബിന്നി, K ശ്രീധരൻ, ബീനാകുമാരി, റോട്ടറി ക്ലബ്ബിലെ V നാരായണൻ, CDS ചെയർപേഴ്സൺ V യശോദ, ADS സെക്രട്ടറി K കൈരളി എന്നിവർ സംസാരിച്ചു. സെമിനാറിൽ പകർച്ചപ്പനിയും പരിഹാരമാർഗ്ഗങ്ങളും എന്ന വിഷയം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK ഉണ്ണികൃഷ്ണനും, മദ്യപാനവും മാനസിക പ്രശ്നങ്ങളും എന്ന വിഷയം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് A വിജിഷ്ണയും അവതരിപ്പിച്ചു. ജിഷ ജോണിൻ്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസും നടന്നു.
തുടർന്ന് ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും മെഡിക്കൽ ക്യാമ്പും നടന്നു. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സുലേഖ സ്വാഗതവും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കമലാക്ഷൻ നന്ദിയും പറഞ്ഞു. റേഷൻ കാർഡിലെ അപാകതകൾ മാറ്റാൻ നടപടിയായില്ല. നീലേശ്വരം നഗരസഭാ അംഗങ്ങൾ താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. റേഷൻ കാർഡുകളിലെ അപാകതകൾ നീക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. റേഷൻ കാർഡ് ഉടമകളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ നീലേശ്വരം നഗരസഭാ അംഗങ്ങൾ സമരവുമായി രംഗത്തിറങ്ങി. കൗൺസിലർമാർ ഹോസ്തൃക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ സമരവുമായി എത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഗൗരിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസറെ ഗരാവോ ചെയ്തു. പ്രശ്നപരിഹാരമുണ്ടാകും വരെ സമരം തുടരുമെന്ന് കൗൺസിലർമാർ അറിയിച്ചു. അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ ബിന്ദുവിനെയാണ് കൗൺസിലർമാർ തടഞ്ഞുവെച്ചത്. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങളാണ് സാധാരണക്കാരെ അനുഭവപ്പെടുന്നത്. മിക്കവാറും ആളുകൾ വാർഡ് മെമ്പർമാരെ സമീപിച്ചുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ ലിസ്റ്റിൽ പെടാതെ അനർഹരായ ആളുകൾ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വാട്സപ്പ് അംഗീകരിച്ച ലിസ്റ്റിനകത്ത് മാറ്റങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉള്ളതുകൊണ്ട് സപ്ലൈ ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ തലത്തിലൊരു അദാലത്ത് സംഘടിപ്പിക്കുന്നത്, ഒരു ഹിയറിങ്ങിന് വേണ്ടിയുള്ളൊരു സമയം കൂടി കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് സപ്ലൈ ഓഫീസർ സമീപിച്ചിരിക്കുന്നത്. മാഡം സൂചിപ്പിച്ചിരിക്കുന്നത് 20-ാം തീയതി മുനിസിപ്പൽ തലത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ കാര്യങ്ങൾ ആ സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം നല്ലൊരു സമീപനമാണ് സപ്ലൈ ഓഫീസർ കിട്ടിയിരിക്കുന്നത്. ഉപരോധത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA സന്ധ്യ, P രാധ, കൗൺസിലർമാരായ P മനോഹരൻ, VK രതീഷ്, KV സുധാകരൻ, സുരേന്ദ്രൻ, B കുഞ്ഞിക്കണ്ണൻ, ഗീത, വനജ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലാ സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് അമ്പലത്തറയിൽ നടന്നു. ആവേശകരമായ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ റോയൽ സ്റ്റാർ പെർലത്തടുക്ക, വനിതാ വിഭാഗത്തിൽ മെട്രോ മണലും ജേതാക്കളായി. അമ്പലത്തറയിൽ ആവേശകരമായ അന്തരീക്ഷത്തിൽ കാസർഗോഡ് ജില്ലാ സീനിയർ വടംവലി മത്സരം നടന്നു. ജില്ലാ വടംവലി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. അമ്പലത്തറ ASI നാരായണൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AP അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. മന്മഥൻ അമ്പലത്തറ, C ബാബുരാജ്, ജോർജ്, മനോജ് അമ്പലത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സീനിയർ പുരുഷ വനിതാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ 600 കിലോ വിഭാഗത്തിൽ റോയൽ സ്റ്റാർ പെറലടക്കം ഒന്നാം സ്ഥാനം നേടി. 640 കിലോ വിഭാഗത്തിൽ ചിങ്കാനമാവുങ്കൽ ജേതാക്കളായി. വനിതാ വിഭാഗത്തിൽ കിഴക്കങ്കര മെട്രോമണിൽ ജേതാക്കളായി. ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ R രാമനാഥൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KV ബിജു, രതീഷ് വെള്ളച്ചാൽ, ബാബു കോട്ടപ്പാറ തുടങ്ങിയവർ മത്സരം നിയന്ത്രിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് ഹൈടെക് പഠനം 2ാം ഘട്ടത്തിലേക്ക്. സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ തുടർച്ചയായി നടക്കുന്ന പദ്ധതിയിൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് അഭിരുചി പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാണ് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത്. ഹൈടെക് പഠനത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പുതിയ ബാച്ചിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രവേശന പരീക്ഷ ഞായറാഴ്ച നടന്നു. കുട്ടമ്പത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. 5, 8 എന്നീ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിരുന്നു പരീക്ഷ. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഹൈടെക് വിദ്യാഭ്യാസം നൽകാനുള്ള ലക്ഷ്യവുമായാണ് ചെറുവത്തൂർ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. അഭിരുചി പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാണ് പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത മികവ് നല്ല രീതിയിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകൾ പഠിക്കുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും അതുപോലെ തന്നെ മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവരെയും മുന്നോക്കത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഗ്രാമപഞ്ചായത്തും വിദ്യാഭ്യാസ വികസന സമിതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 182 കുട്ടികളാണ് പദ്ധതിയിലുള്ളത്. ഇവർക്ക് പ്രമുഖ അധ്യാപകരുടെ ക്ലാസുകൾ നൽകി ഉന്നത നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ളതാണ് പദ്ധതി.
4ാം ക്ലാസ്സിലെ അവസാന പാദത്തെ നിലവാരം വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് 5ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ 7ാം ക്ലാസ്സിൻ്റെ അവസാന പാദത്തിലുള്ള ചോദ്യങ്ങളാണ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഗണിതം, അതുപോലെ ശാസ്ത്രം, ഇംഗ്ലീഷ്, മലയാളം, പൊതുവിജ്ഞാനം ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് വളരെ ഊർജ്ജസ്വലരായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പഠന സാമഗ്രികൾ സൗജന്യമായി നൽകും. പ്രൊജക്ടർ, കമ്പ്യൂട്ടർ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്മാർട്ട് ക്ലാസ് മുറി ഒരുക്കിയാണ് പഠനം. പഠനത്തോടൊപ്പം കലാമേള, പരിസ്ഥിതി പ്രവർത്തനം, വിനോദയാത്ര, ഫിലിം ഫെസ്റ്റ്, വിവിധ ക്ലാസുകൾ, പരിശീലനങ്ങൾ എന്നിവയും നടപ്പിലാക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ പകർച്ചപ്പനി വ്യാപകം. ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം ശക്തമായി തുടരുന്നു. നഗരത്തിൽ റോഡുകൾ അപ്രത്യക്ഷമാകുന്നു. ദേശീയപാത ദുരിതപാത. മുസ്ലിം ദളിത് വിഭാഗങ്ങളെ പശുവിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന ജനമുന്നേറ്റ റാലി ജൂലൈ 20 കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. ലോക യുവജന നൈപുണ്യ ദിനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അസാപ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ആചരിച്ചു. കാസർഗോഡ് നഗരസഭ കടപ്പുറം 36ാം വാർഡിൽ വാശിയേറിയ പോളിംഗ്. കനത്ത പോലീസ് കാവലിൽ നടന്ന പോളിംഗിൽ 75% പോളിംഗ്. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുടർ സാക്ഷരതാ കലോത്സവം ആഗസ്റ്റ് 19, 20 തീയതികളിൽ ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.